നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇന്നലെ അക്ബർ നമ്മുടെ നൂറ ആദില എന്നിവരുടെ അടുത്ത് വെച്ചിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. എന്താ കാരണം? അനുവിൻ്റെ PR വന്നിട്ട് നമ്മുടെ അക്ബറിൻ്റെ കുടുംബക്കാരെ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നു. അതുപോലെ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, അവരെ ഫേസ്ബുക്ക് തുറക്കാൻ പറ്റില്ല, യൂട്യൂബ് തുറക്കാൻ പറ്റില്ല. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച തെറിയാണ്. ഒരു സോഷ്യൽ മീഡിയയിലൊന്നും വന്ന് പറയാൻ പറ്റാത്ത കേസല്ല അമ്മാതിരി തെറിയ വിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ 50 ലക്ഷം കിട്ടാൻ വേണ്ടി ഈ അനുവിൻ്റെ PR ചെയ്യുന്നത് മര്യാദയാണോ? ഈ കിട്ടിക്കഴിഞ്ഞാൽ, ഈ 50 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്? ഇത് കളിച്ച് മേടിച്ചതാണോ? ഗെയിം കളിച്ച് മേടിച്ചതാണോ? ഒന്നുമല്ലല്ലോ. കൈക്കൂലി കൊടുത്തിട്ട് മേടിക്കുന്ന പരിപാടിയില്ലത്. ഇതിനെത്ര അഹങ്കരിക്കാൻ എന്തുണ്ട്? ഇവൾക്ക് കാശിൻ്റെ ഒരു ആവശ്യമില്ല. ഇവൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളൊരു കോടീശ്വരിയാണ്. 2 വീട്, 2 കാറ്, ആർഭാടമായ ജീവിതം. ഇങ്ങനെയുള്ള ഒരാൾക്ക് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലണം. പിന്നെ അവളുടെ ഒരുപാട് സിമ്പതികളുണ്ട്. അവരൊക്കെ വോട്ട് ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങുക. അവൾക്ക് കപ്പ് 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 എന്ന് പറഞ്ഞിട്ട് ഈ കപ്പിൻ്റെ കാശ് കിട്ടിയ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ശാപം പിടിച്ച കാശ് കിട്ടിയ അനുമോളിൻ്റെ കുടുംബം 7 ജന്മം ചിലപ്പോൾ തീർത്താൽ തീരാത്തൊരു ശാപമായിട്ട് തീരും അത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ള കാശാണ്. എത്ര ആൾ ആഗ്രഹിക്കുന്ന കാശാണ്. ഇത് കിട്ടുമ്പോൾ കുറേ ആൾക്കാർ കുശുമ്പുണ്ട്. എല്ലാ പാവങ്ങളും അനുമോളുടെ തലയിൽ വന്നു വിടും. അത് ഈ കളിച്ച് മേടിക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഗെയിം കളിച്ച് അന്തസ്സായിട്ട് മേടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനൊരു വിലയുണ്ട്. ഇതൊരു വിലയില്ലാത്ത വിജയമായി. 101% ഇന്ന വരെ വെച്ച് നോക്കുമ്പോൾ അനുമോൾക്കാണ് കപ്പ്. കാരണം എന്താണ്? PR ബോംബെയിലും കർണാടകത്തിലും തമിഴ്നാട്ടിൽ നിന്ന് വരെ അവൾക്ക് വോട്ട് വരണം. അപ്പോൾ എവിടെയൊക്കെയാണ് PR കാശ് കൊടുത്ത് ചെയ്യുന്നത്? കഷ്ടം. ഇതല്ല നമുക്ക് സങ്കടം വരുന്നത്. അക്ബർ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അക്ബർ ഒരുപാട് അഭിഹിത ബന്ധങ്ങളെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്ത് ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി വിശദീകരിച്ച് പറയാൻ സമയമില്ല. അപ്പോൾ ഇന്നലെ നമ്മുടെ അക്ബറിൻ്റെ ഭാര്യ ഡോക്ടറാണ്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നൊന്ന് വീഡിയോയിൽ പറഞ്ഞിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഭർത്താവ് മരിച്ച ഒരു ഭാര്യയില്ലേ, അതേപോലെ നിന്നിട്ട് എത്രയും ഇതായിട്ട് അത് പറയണമെന്നറിയാം. അവരുടെ വീട്ടുകാർക്ക് എത്ര അധികം വിഷമം ഉണ്ടായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തത്. നമുക്കെന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക അനുവിന് വോട്ട് ചെയ്യണമെന്നുള്ളത്. ഇമാതിരി കുടുംബം നശിപ്പിച്ച് കുളം തോണ്ടുന്ന ഓരോ കാര്യങ്ങളാണ് അനുവിൻ്റെ PR വന്ന് തുടങ്ങി. പക്ഷെ ഞാൻ ഒരു ഗെയിമിന് പാർട്ടായിട്ട് കണ്ടുള്ളൂ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ വളരെ പേഴ്സണൽ, എന്താ പറയാ, വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമന്റ്സ് ആൻഡ് DMs വന്ന് തുടങ്ങി. ദാറ്റ് ടു ഫ്രം ദ ഫേക്ക് അക്കൗണ്ട്സ്. കഴിഞ്ഞ കുറേ വീക്സ് ആയിട്ട് എനിക്ക് വന്ന വളരെ മോശമായിട്ട് കമന്റ്സ്, മെസ്സേജസ് ഫ്രം ദ PR ടീം. എനിക്ക് സത്യം പറയാൻ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല. ഞാനും അക്ബറിക്കൂടി ഫാമിലിയും കുറേ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത് ആരുടെ PR ആണ്, ഏത് PR ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഐ എം നോട്ട് സെയിങ് ഹിയർ. ഒരു ദിവസം ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു. ബിക്കോസ് എനിക്ക് നന്നായിട്ട് അറിയാം ഇതെല്ലാം PR സ്ട്രാറ്റജിയാണ്. ഇത് കുറേ ആയിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ബട്ട് ഞാനിത് പറയാനിത് എൻ്റെ ഫാമിലിക്ക് ഒന്നും അറിയില്ല. ഇതിപ്പോ പറയാൻ കാരണം ഇത് എല്ലാവർക്കും സൈബർ ബുള്ളിങ്സ്, അറ്റാക്സ് ഫേസ് ചെയ്യാൻ പറ്റില്ല. ആസ് എ ഡോക്ടർ ഐ എം ടെല്ലിങ് യു ഗൈസ്, you don't have any idea. People go into the severe stage of the depression and anxiety. Even they have a suicidal thoughts because of these cyberbullying attacks and all. So please stop cyberbullying. അപ്പോൾ കേട്ടില്ലേ, ഈ അക്ബറിൻ്റെ കുടുംബക്കാർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടായിട്ട് വേണം ഇങ്ങനെ വന്ന് പറയാനായിട്ട്. ഇത് കപ്പ് കിട്ടാനുള്ള സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഗെയിം ഷോ ഒന്നല്ലത്. ഇതവരെ സങ്കടം അവർ പറയണം. ഇനി ഒരിക്കലും അനുമോൾക്ക് ഇനി ഒരാൾ വോട്ട് ചെയ്യരുത്. വേറെ ആര് ജയിച്ചാലും കുഴപ്പമില്ല, അനുമോൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പറയണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ ഒരു കടുവയാക്കി മാറ്റി അനുമോള് നമ്മുടെ അക്ബറെ. അതൊരു പാവം മനുഷ്യൻ. അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളെക്കാളും സുന്ദരിയാണ് അക്ബറിൻ്റെ ഭാര്യ, അതും ഡോക്ടർ. എന്നിട്ട് അവൻ അവിടെ പോയിട്ട് കാമക്കടുവ കളിച്ചു. ഇതെന്താണ്?
ഇത്രയും നല്ല സുന്ദരിയുള്ള വീട്ടിൽ ഭാര്യ ഇരിക്കുമ്പോൾ അവന് ഗിസേലിനെയും അതുപോലെ തന്നെ അനുമോളെയൊക്കെ പിടിക്കാനും നോക്കാനൊക്കെ നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം എന്നല്ലാണ്ട് എന്ത് പറയാം. ശംഭവമാകാതെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.